വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടയാളവും മുന്നറിയിപ്പും എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം. ഇന്ന് നമുക്ക് ആദ്യം ഒരു പ്രധാന ചോദ്യം ചിന്തിക്കാം. വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടയാളം ദൈവം എന്തിനാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയത്? അത്തരം സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ നാം അത് ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ തീർച്ചയായും ദോഷം ഭവിക്കും. ഉദാഹരണത്തിന്, ഒരു അപ്പാർട്ട്മെന്റ് പാർക്കിംഗ് സ്ഥലത്ത് ഇവിടെ പാർക്ക് ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. വേറെ സ്ഥലം ലഭിക്കാത്തതിനാൽ ഒരാൾ ആ മുന്നറിയിപ്പ് അവഗണിച്ച് അവിടെ പാർക്ക് ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാനിറങ്ങിയപ്പോ കാറിന് മുകളിൽ പഴുത്ത പെർസിമൺ പഴങ്ങൾ വീണ് അത് മുഴുവൻ കറ പിടിച്ചതായി കണ്ടു. അപ്പോഴാണ് മുന്നറിയിപ്പിന്റെ കാരണം അയാൾക്ക് മനസ്സിലായത്. പക്ഷേ ഖേദിച്ചിട്ട് എന്തു കാര്യം? വളരെ വൈകിപ്പോയിരുന്നു. അതിനാൽ മേൽക്കൂരയിലും ബമ്പറിലും പെർസിമൺ പഴങ്ങൾ പുരണ്ട കാറിൽ ജോലിക്ക് പോകുകയല്ലാതെ അയാൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. ഓരോ മുന്നറിയിപ്പിനും തക്കതായ ഒരു കാരണമുണ്ടെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പണ്ട് ഇസ്രായേൽ ജനത്തിനും പലതവണ ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർവ്വപിതാക്കന്മാർ മുന്നറിയിപ്പുകൾക്ക് ചെവികൊടുത്ത് ദൈവഹിതം കൃപയോടെ അനുസരിച്ചപ്പോൾ വിജാതീയർ അത്തരം സന്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളി. തൽഫലമായി നോഹയുടെ കാലത്ത് മുഴുമനുഷ്യവർഗവും നശിച്ചു. ലോത്തിന്റെ കാലത്താകട്ടെ സൊദോമിലെയും ഗൊമോറയിലെയും ജനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ദൈവം ബൈബിളിൽ അനാവശ്യ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തിനാണ് അവ എഴുതപ്പെട്ടതെന്ന് ബൈബിൾ പറയുന്നത്? ദൈവവചനങ്ങൾ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി എഴുതപ്പെട്ടവയാണ്. രക്ഷയ്ക്ക് അനാവശ്യമോ ബന്ധമില്ലാത്തതോ ആയ ഒന്നും അവിടുന്ന് രേഖപ്പെടുത്തുന്നില്ല. അപകടമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മുന്നറിയിപ്പ് നൽകേണ്ട ആവശ്യമുണ്ടോ? ഉദാഹരണത്തിന്, കാർ പാർക്ക് ചെയ്യുന്നവർക്ക് അനിഷ്ട സംഭവം ഒഴിവാക്കാൻ പഴുത്ത പെർസിമോൺസ് വീഴുമെന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടാകും. ആളുകൾ അത് അവഗണിച്ചാൽ ഒടുവിൽ അവർ അതിനുള്ള വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടയാളവും മുന്നറിയിപ്പിന്റെ സന്ദേശവും എന്ന ഉപദേശത്തിന് കീഴിൽ നമുക്ക് പിതാവിന്റെയും മാതാവിന്റെയും ഹിതത്തിനായി ബൈബിൾ പരിശോധിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രവാചകന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ആ മുന്നറിയിപ്പുകളോടുള്ള നമ്മുടെ വിശ്വാസപരമായ നിലപാട് എന്തായിരിക്കണമെന്നും ബൈബിളിലൂടെ നമുക്ക് പരിശോധിക്കാം. 1 രാജാക്കന്മാർ അധ്യായം 13 വാക്യം 11 പാഠം നമുക്ക് പരിശോധിക്കാം. ബേഥേലിൽ വൃദ്ധനായൊരു പ്രവാചകൻ പാർത്തിരുന്നു. അവന്റെ പുത്രന്മാർ വന്നു ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു. അവരുടെ അപ്പൻ അവരോട്, അവൻ ഏതു വഴിക്ക് പോയി എന്ന് ചോദിച്ചു. യഹൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവന്റെ പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തന്റെ പുത്രന്മാരോട്, കഴുതയ്ക്ക് കോപ്പിട്ട് തരുവിൻ എന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ അതിന്റെ പുറത്തു കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു. അവൻ ഒരു കരുവേലകത്തിൻ കീഴെ ഇരിക്കുന്നതു കണ്ടു. നീ യഹൂദായിൽ നിന്നു വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അതേ എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ, എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്തു വച്ചു നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അവിടെ വെച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയുമരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം അവന് ഒരു താക്കീത് നൽകി. ഇതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. ദൈവം മുന്നറിയിപ്പുകൾ നൽകുന്നത് കാരണമില്ലാതെ നമ്മെ ഭയപ്പെടുത്താനോ
അവിടുത്തെ ശക്തിയും പ്രതാപവും പ്രദർശിപ്പിക്കാനോ വേണ്ടിയല്ല. ദൈവം അരുതെന്ന് കൽപ്പിച്ചു, എന്നാൽ സംഭവിച്ചതെന്തെന്ന് നമുക്ക് കാണാം. വാക്യം 18. അതിന് അവൻ, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞു. അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു. അങ്ങനെ അവൻ അവനോടുകൂടെ ചെന്നു. അവന്റെ വീട്ടിൽ വെച്ച് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ യഹൂദായിൽ നിന്നു വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങിവന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനു വേണ്ടി കഴുതയ്ക്ക് കോപ്പിട്ടുകൊടുത്തു. അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ട് അവനെ കൊന്നു. അവന്റെ ശവം വഴിയിൽ കിടന്നു. കഴുത അതിന്റെ അരികെ നിന്നു. സിംഹവും ശവത്തിന്റെ അരികെ നിന്നു. വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു. വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു. അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അതു കേട്ടപ്പോൾ അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിനേൽപ്പിച്ചു. അത് അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഈ ഭാഗത്തിൽ കാണുന്നതുപോലെ ദൈവപുരുഷൻ ബഥേലിലേക്ക് പോയപ്പോൾ ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമുണ്ട്. എന്നാൽ ആ മുന്നറിയിപ്പ് അദ്ദേഹം അനുസരിക്കാതിരുന്നതിനാൽ ഒരു സിംഹം അദ്ദേഹത്തെ കീറിക്കൊന്നു. ശരീരം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അതൊരു ദാരുണമായ അന്ത്യമായിരുന്നു. മുൻപ് എഴുതപ്പെട്ടതെല്ലാം നമുക്കു വേണ്ടിയാണ് രേഖപ്പെടുത്തിയതെന്ന് നാം പഠിക്കുന്നു. അതിനാൽ എന്തുകൊണ്ടാണ് ഇത്തരം വിവരണങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിക്കണം. ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ ശരിയായി സ്വീകരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ദൈവം ഈ രേഖകൾ അവശേഷിപ്പിച്ചത്. ദൈവം നമുക്ക് നൽകുന്ന ഓരോ മുന്നറിയിപ്പിലും നമ്മെ സംരക്ഷിക്കാനുള്ള അവിടുത്തെ ഹിതം എപ്പോഴുമുണ്ട്. കഥയിലെ മനുഷ്യൻ മുന്നറിയിപ്പ് അവഗണിച്ചപ്പോൾ വീണ പഴങ്ങളാൽ തകർന്ന കാറിൽ ജോലിക്ക് പോകേണ്ടി വന്നു. അതുപോലെ ദൈവപുരുഷൻ മുന്നറിയിപ്പ് അവഗണിച്ചപ്പോൾ സിംഹത്താൽ കീറിമുറിക്കപ്പെടുന്ന ദുരന്തം സ്വയം വരുത്തിവെച്ചു. അങ്ങനെയെങ്കിൽ ഒരുങ്ങിയിരിക്കുവിൻ എന്നും അവസാന വിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പുതിയ നിയമത്തിലെ പെസഹയുടെ മുദ്ര പ്രാപിക്കുവിൻ എന്നും ഈ കാലഘട്ടത്തിൽ ദൈവം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കണം. എന്തിന് അവിടുന്ന് നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകണം? ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനം മിസ്രയീം ദേശത്ത് പാർത്തിരുന്നു. മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിന് തൊട്ടുമുമ്പ് തലേദിവസം രാത്രി ദൈവം അവരോട് പെസഹ ആചരിക്കുവാൻ കൽപ്പിച്ചു. അതിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ പാപപൂർണമായ മിസ്രയീം ദേശത്തുനിന്ന് വിടുവിച്ചു. എന്നാൽ മിസ്രയീമ്യർക്ക് അവരുടെ എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിക്കുന്ന ഒരു നാശത്തിന്റെ ദിവസമായി ദൈവം ആ ദിവസം നിയമിച്ചു. ആ സമയത്ത് ദൈവം ഒരു പ്രത്യേക വാഗ്ദാനം നൽകിയിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടിയാൽ അത് ഒരു മിസ്രൈമ്യന്റേതായാലും ഇസ്രായേലിയന്റേതായാലും ആരുടെ ഭവനമായാലും എന്ത് സംഭവിക്കുമെന്നായിരുന്നു വാഗ്ദാനം. വിപത്ത് ഒഴിഞ്ഞുപോകും. എന്നാൽ രക്തം പുരട്ടാത്ത ഏതൊരു ഭവനവും, അത് ഒരു ഇസ്രായേലിന്റെ ഭവനമാണെങ്കിൽ പോലും, നശിപ്പിക്കപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഈ മുന്നറിയിപ്പിനോട് ഇസ്രായേൽ ജനം എങ്ങനെയാണ് പ്രതികരിച്ചത്? അവരെല്ലാവരും അത് സ്വീകരിച്ച് ഒരുക്കങ്ങൾ നടത്തി. ഓരോ ഇസ്രായേലിയ ഭവനത്തിലും ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടി. എന്നാൽ മിസ്രയീമിയരുടെ കാര്യമോ?
അവരുടെ ഒരു ഭവനത്തിൽ പോലും അങ്ങനെ ചെയ്തില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുന്നറിയിപ്പ് സ്വീകരിച്ച ഇസ്രായേല്യരും മുന്നറിയിപ്പിന്റെ സന്ദേശം ഗൗരവമായി എടുക്കാതിരുന്ന മിസ്രയീമ്യരും തമ്മിലായിരുന്നു വ്യത്യാസം. ഫലം കാണാൻ 3500 വർഷം മുൻപുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഈ കാലഘട്ടത്തിലും വിപത്തുകളിൽ നിന്ന് നമ്മെ ഒഴിവാക്കാൻ പെസഹയ്ക്ക് ഊന്നൽ നൽകിയ ദൈവത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. പുറപ്പാട് അധ്യായം 12 വാക്യം 11 നമുക്ക് ഒരുമിച്ച് നോക്കാം. അരകെട്ടിയും കാലിനു ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അതു യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയ രംഗമാണിത്, അല്ലേ? നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. തലമുറ തലമുറയായി ആചരിക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. നമുക്ക് 21 വാക്യം നോക്കാം. അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹയെ അറുപ്പിൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കേണം. പിറ്റേനാൾ വെളുത്തും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്കു തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞുകടന്നു നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. അവർ എന്തു ചെയ്തു? ദൈവം അവരോട് നിർദ്ദേശിച്ചത് അവർ കൃത്യമായി അനുസരിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. മുന്നറിയിപ്പിന്റെ സന്ദേശം സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ ഒരാൾക്ക് പോലും ഒരു ദോഷവും സംഭവിച്ചില്ല. നമുക്ക് 29 വാക്യത്തിലേക്ക് പോകാം. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നു മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. ഒരു വീടെങ്കിലും ഒഴിവാക്കപ്പെട്ടോ? ഒരു വീട് പോലും ഒഴിവാക്കപ്പെട്ടില്ല. മുന്നറിയിപ്പിന്റെ സന്ദേശം അവഗണിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ദൈവം ഈജിപ്തിലെങ്ങും നാശം വരുത്തി മരണം സംഭവിക്കാത്ത ഒരു വീട് പോലും ഇല്ലാതായപ്പോൾ ഫറവോന് ഇസ്രായേലിയരെ പിടിച്ചുവയ്ക്കാനായില്ല. ആ രാത്രിയിൽ അവൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ച് നിങ്ങളുടെ സകല ജനത്തെയും കൂട്ടിക്കൊണ്ടുപോകുവിൻ എന്നു പറഞ്ഞു. 31 വാക്യം മുതൽ അവരുടെ വിമോചനത്തെക്കുറിച്ച് പറയുന്നു. 3500 വർഷം മുൻപുള്ള ചരിത്രം. അതായത് മുന്നറിയിപ്പ് സ്വീകരിച്ച ഇസ്രായേലിയർ വസിച്ച ഗോഷേൻ ദേശവും അത് നിരസിച്ച ഈജിപ്തിലെ മറ്റു പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചാൽ ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യവർഗത്തിന്മേൽ വരുത്തുന്ന അന്തിമ ന്യായവിധിയെ നമുക്ക് നിസ്സാരമായി കാണാനാവില്ല. എല്ലാ കാലഘട്ടത്തിലും നാം മുന്നറിയിപ്പിന്റെ സന്ദേശം ശ്രദ്ധിക്കണം. എന്നാൽ വിപത്ത് വന്നു തുടങ്ങിയ ശേഷമാണ് നാം ഒരുങ്ങുന്നതെങ്കിൽ എന്തു സംഭവിക്കും? അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും. ഈ കാരണത്താൽ 1 തെസലോനിക്കർക്കുള്ള ലേഖനം കർത്താവിന്റെ വരവിനെ എങ്ങനെ വിവരിക്കുന്നു?
അവിടുന്ന് കള്ളനെപ്പോലെ അപ്രതീക്ഷിതമായി വരും. പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നാം ഒരുങ്ങുമായിരുന്നു. എഴുതിയിരിക്കുന്നതുപോലെ നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്നു നിങ്ങൾ അറിയായിക കൊണ്ട് അവൻ ഒരു കള്ളനെപ്പോലെ പെട്ടെന്നു വരും. അപ്പോൾ ഫലം എന്തായിരിക്കും? വിശ്വസിക്കാത്തതുകൊണ്ട് ആളുകൾ ഒരുക്കമില്ലാത്തവരായിരിക്കും. അവിടുന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായി മുന്നറിയിപ്പിന്റെ സന്ദേശം നൽകുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാത്തവരുണ്ട്. അവർ പറയുന്നു, ഓ, അതേ പഴയ കഥ, പാസ്റ്റർ എപ്പോഴും ഇതുതന്നെയല്ലേ പ്രസംഗിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ ദൈവവചനത്തെ ഇങ്ങനെ തള്ളിക്കളയുന്നവർക്ക് അവർ ഇസ്രായേൽ ജനമാണെങ്കിലും പോലും പ്രശ്നങ്ങൾ ഭവിക്കും. ഒന്നാം രാജാക്കന്മാരിൽ നാം കണ്ടതുപോലെ ബേഥേലിലേക്ക് പോയ ദൈവപുരുഷന് പോലും അവിടുന്ന് നൽകിയ മുന്നറിയിപ്പ് അനുസരിക്കാത്തതിനാൽ ഒരു വലിയ വിപത്തു നേരിടേണ്ടി വന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇത്തരം രേഖകൾ എന്ന് ചിന്തിച്ചുകൊണ്ട് 1 തെസലോനിക്കർ 5 ഈ യുഗത്തിനായുള്ള അവിടുത്തെ മുന്നറിയിപ്പിന്റെ സന്ദേശം നമുക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം. 1 തെസലോനിക്കർ അധ്യായം 5 നമുക്ക് ഒരുമിച്ച് വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുംപോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അതിനർത്ഥം അത് പ്രവചിക്കാൻ കഴിയുമെന്നാണോ അതോ ഇല്ലെന്നാണോ? സമാധാനവും നിർഭയത്വവുമുള്ളതും ദുരന്തങ്ങളുടെ ലക്ഷണങ്ങളൊന്നുമില്ലാത്തതുമായ അങ്ങനെയുള്ള സമയത്ത് ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. പ്രസവവേദന വരുന്നതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? അത് പെട്ടെന്നല്ലേ വരുന്നത്? ഒരു സ്ത്രീ അത്താഴത്തിന് ഇരിക്കുകയായിരിക്കാം. അടുത്ത നിമിഷം അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരാൾ തെരുവിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് സമയമായെന്നും വരാം. വിമാനത്തിൽ വെച്ച് പ്രസവിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകളും നാം കാണാറുണ്ട്. ഗർഭിണിക്ക് പ്രസവവേദന വരുംപോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. പെട്ടെന്ന് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഒരുങ്ങാൻ സമയമില്ല എന്നാണ്. അവർ ഒരുക്കമില്ലാതിരിക്കുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ബൈബിൾ പറയുന്നു, അവർ രക്ഷപ്പെടുകയില്ല. എന്തിൽ നിന്നാണ് അവർക്ക് രക്ഷയില്ലാത്തത്? വിപത്തിൽ നിന്നും നാശത്തിൽ നിന്നും അവർ ഒരു നാളും രക്ഷപ്പെടില്ലെന്ന് പറയുന്നു. അതിനാൽ നാം എന്തു ചെയ്യണം? അവിടുന്ന് മുന്നറിയിച്ചില്ലേ? അവിടുന്ന് ഈ യുഗത്തെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടും ഇല്ല, അതൊക്കെ കടന്നുപോകും എന്ന് പറഞ്ഞ് ജനം അത് തള്ളിക്കളയുന്നു. ചെന്നായി വരുന്നേ എന്ന് വിളിച്ച കുട്ടിയുടെ കഥ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2 പത്രോസ് അധ്യായം 3 5 മുതൽ 7 വരെ. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. നാം ചോദിക്കണം, ഈ വചനങ്ങൾ എന്തിനാണ്? പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച പ്രവാചകന്മാർ എന്തിനാണ് ഇവ ബൈബിളിൽ നമുക്കായി രേഖപ്പെടുത്തിവെച്ചത്? ഇത് നാം തീർച്ചയായും മനസ്സിൽ ഉറപ്പിക്കണം. ഇതെല്ലാം മുന്നറിയിപ്പുകളാണ്. അതുകൊണ്ട് ഇവയ്ക്കെല്ലാം ഒരുങ്ങിയിരിക്കുക, തയ്യാറായിരിക്കുക. നാശം പല അടയാളങ്ങൾ കാണിച്ച ശേഷം വരുന്നില്ല. അത് പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ വരുന്നു. സിയോങ്സു പാലം തകർന്നപ്പോൾ അത് ക്രമേണ തകർന്നോ? ജോലിക്ക് പോകുന്നവരുമായി നിരവധി കാറുകൾ പാലത്തിലുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ബസ്സുകളിൽ കയറിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ പാലം തകർന്നു വീണു. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് സംഭവിച്ചത്. അവരറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ആരും ആ പാലം കടക്കില്ലായിരുന്നു. എന്നിരുന്നാലും ദൈവം എല്ലാം മുൻകൂട്ടി കാണുന്നു. അപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? തുടക്കം മുതലേ അവിടുന്ന് അവസാനം കാണുന്നതിനാൽ തന്റെ മക്കളായ നമുക്ക് മുന്നറിയിപ്പ് നൽകി. അവിടുന്ന് ഇവ നമ്മെ അറിയിച്ചു.
നോഹയുടെ കാലത്ത് ലോകം വെള്ളപ്പൊക്കത്താൽ നശിച്ചെങ്കിലും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീയ്ക്കായി അഭക്തരുടെ ന്യായവിധിയുടെയും നാശത്തിന്റെയും ദിവസത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആരും നശിക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദൈവം ഈ മുന്നറിയിപ്പ് നൽകിയത്. നമുക്ക് വാക്യം 9 പോകാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഈ മുന്നറിയിപ്പിന്റെ സന്ദേശത്തിലൂടെ തന്റെ എല്ലാ മക്കളും വേഗത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ പാതയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വാക്യം 10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. ഇവ നിശ്ചയമായും സംഭവിക്കുമെന്നതിനാൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? കഴിഞ്ഞ കാലം വരുവാനുള്ളവയുടെ നിഴലായതിനാൽ 3500 വർഷം മുൻപുള്ള മോശയുടെ കാലത്തെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നറിയിപ്പിന്റെ സന്ദേശം ശ്രദ്ധിക്കാത്ത ഓരോ കുടുംബത്തിനും എന്ത് സംഭവിച്ചു? ഒരു വീടും നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ദൈവത്തിന്റെ മുന്നറിയിപ്പിൻ വചനമനുസരിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടളക്കാലുകളിലും കുറുമ്പടിമേലും പൂശിയ കുടുംബങ്ങളെ സംഹാരദൂതൻ ഒഴിഞ്ഞു കടന്നുപോയതിനാൽ അവർ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന കൃപ ലഭിച്ചതായി ബൈബിൾ നമ്മെ അറിയിക്കുന്നു. നമുക്ക് വാക്യം 11 വീണ്ടും നോക്കാം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവു കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നമുക്ക് എന്താണുള്ളത്? നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാൺമാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്നു വിചാരിപ്പിൻ. തീർച്ചയായും ദൈവത്തിന്റെ ഈ വാഗ്ദാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഏതു യുഗത്തിലും ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശം വന്നാൽ അത് അവഗണിക്കുന്നവർ നശിപ്പിക്കപ്പെടും. സൊദോമിന്റെയും ഗൊമോറയുടെയും കാലത്ത് ലോത്തിന്റെ മരുമക്കൾ മുന്നറിയിപ്പിൻ സന്ദേശത്തോട് എങ്ങനെ പ്രതികരിച്ചു? അത് അവഗണിച്ച് എല്ലാവരും മരിച്ചു. മുന്നറിയിപ്പിൻ സന്ദേശത്തെ നാം പുച്ഛിച്ചാൽ നാം എല്ലാവരും നാശത്തിലാകും. മാത്രമല്ല, ഈ നാശം ജഡത്തിന്റെ നാശത്തിൽ അവസാനിക്കുന്നില്ല. ജഡത്തിന്റെ നാശത്തോടൊപ്പം മറ്റെന്ത് നാശം കൂടിയാണ് വരുന്നത്? ഇത് ആത്മാവിന്റെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നതിനാൽ സൊദോമിനും ഗൊമോറയ്ക്കും വരാനിരുന്ന ന്യായവിധിയെക്കുറിച്ച് ലോത്ത് തന്റെ മരുമക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ പുതിയ നിയമ പെസഹയിലൂടെ എല്ലാവരും വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ദൈവത്തിന്റെ മുന്നറിയിപ്പിൻ സന്ദേശം നാം വേഗമറിയിക്കണം. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ബൈബിളിലുള്ളത് എന്ന് നാം നിസ്സംഗതയോടെ കാണരുത്. തങ്ങളുടെ വശത്ത് 1000-ഉം വലതുവശത്ത് 10,000-ഉം വീണാലും ദൈവഹിതമനുസരിക്കുന്ന ദൈവമക്കളെ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംരക്ഷിക്കും എന്ന സങ്കീർത്തനം 91 വാഗ്ദാനം നമുക്ക് ഹൃദയത്തിൽ പതിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 91 വാക്യം 7. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. 1000 പേർ വീഴും, 10,000 പേർ വീഴുമെന്നത് 1-2 പേർ മരിക്കുന്ന ചെറിയ വിപത്തുകളെയല്ല സൂചിപ്പിക്കുന്നത്. ഈ വിപത്ത് യഥാർത്ഥത്തിൽ ഒരു ഭയങ്കരമായ വിപത്താണെന്ന് നമുക്ക് പറയാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തുവരികയില്ല. എന്തുകൊണ്ട് ആ വിപത്തിന് അടുക്കാൻ കഴിയുന്നില്ല? അതിനെ അടുക്കാൻ അനുവദിക്കാത്ത ദൈവത്തിന്റെ ഒരു അടയാളമുള്ളതുകൊണ്ടല്ലേ? വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുന്ന് നമുക്കെല്ലാം ഒരു അടയാളം നൽകി. വെളിപ്പാടിൽ ആ അടയാളം എവിടെയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ നെറ്റിയിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.
നമുക്കൊരു ദോഷവും തട്ടാതിരിക്കാനല്ലേ അവിടുന്ന് അങ്ങനെ ചെയ്തത്. നമുക്ക് തുടരാം. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ യഹോവ എന്തു ചെയ്യും? ഞാൻ അവനെ വിടുവിക്കും. ആത്യന്തികമായി ദൈവത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെയുള്ള ആളുകളാണ്? യോഹന്നാൻ 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ ഇത് ദൈവത്തിന്റെ ഏത് കൽപ്പനയെയാണ് സൂചിപ്പിക്കുന്നത്? പെസഹ വിശുദ്ധമായി ആചരിക്കുമ്പോൾ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാഗ്ദാനം അവിടുന്ന് നമുക്ക് നൽകിയിട്ടില്ലേ? നമുക്ക് യോഹന്നാൻ അധ്യായം 14 വാക്യം 15-ലേക്ക് തിരിയാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമുക്ക് വാക്യം 21-ലേക്ക് പോകാം. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. ഈ 2 വാക്യങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരാൾ ആരെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്? സങ്കീർത്തനം 91-ൽ ദൈവം പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഈ മഹാമാരി നിങ്ങളോട് എന്തു ചെയ്യും? അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആളുകൾ ആരാണ്? അവർ സിയോന്റെ മക്കളല്ലേ? ഉത്സവങ്ങളുടെ ജനമല്ലേ? ഉത്സവങ്ങളിൽ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള വാഗ്ദത്തം പുതിയ നിയമ പെസഹയിലാണ്. പുതിയ നിയമ പെസഹയാൽ മുദ്രയേറ്റവർക്ക് ദൈവം വ്യക്തമായ വാഗ്ദത്തം നൽകി. അരികിൽ 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണാലും ഇത് 1-2 പേരെയല്ല, ഒരേ സമയം വിപത്തുകൾ നേരിടുന്ന അനേകരെ കുറിക്കുന്നു. അവിടുന്ന് അവരെ രക്ഷിക്കുകയും കൂടെ വസിക്കുകയും ഒരു വിപത്തും കൂടാരത്തെ സമീപിക്കാതെ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ മുന്നറിയിപ്പ് 1-2 വർഷത്തേക്ക് മനുഷ്യരാശിക്ക് നൽകിയ ഒന്നല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി കൈമാറി വരുന്ന ഒരു മുന്നറിയിപ്പാണിത്. ഞാൻ ഈ മുന്നറിയിപ്പ് കണ്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്നു പറയുന്നവർ കള്ളം പറയുന്നവരാണ്. 1-2 വർഷത്തെ മുന്നറിയിപ്പിന് പോലും പ്രാബല്യമുണ്ട്. ഒരു ദിവസത്തെ മുന്നറിയിപ്പ് പോലും ഫലപ്രദമാണ്. എന്നാൽ ദൈവം 1000-ലധികം വർഷമായി മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല എന്നോ അതുണ്ടായിരുന്നെങ്കിലും കാര്യമായി തോന്നിയില്ല, അതിനാൽ പാലിച്ചില്ല എന്നോ നമുക്ക് ഒഴികഴിവ് പറയാനാവില്ല. അതുകൊണ്ട് അത്തരം വിപത്തുകൾ പെട്ടെന്ന് വന്നാലും നാം എല്ലാവരും സിയോനിലേക്ക് ഓട്ടി ശരണം പ്രാപിക്കുക. അവിടെ പിതാവിനോടും മാതാവിനോടും കൂടെ എല്ലാ വിപത്തുകളിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കപ്പെട്ട് നിത്യസ്വർഗരാജ്യത്തിൽ പ്രത്യാശ വയ്ക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുമാറാകട്ടെ. അതുകൊണ്ടാണ് ദൈവം അവൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഉറപ്പായ തെളിവെന്താണ്? നാം ഇപ്പോൾ പാലിക്കുന്ന കൽപ്പനകളിൽ അത് കാണുന്നില്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നും എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. ഇപ്രകാരം ഞാൻ അവിടത്തെ സ്നേഹിക്കുന്നു എന്ന് അധരം കൊണ്ട് മാത്രം പറയുന്നവരെയും വാക്കുകളില്ലാതെ ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരെയും യേശു വേർതിരിച്ചു. എങ്കിൽ ഇങ്ങനെയുള്ളവർ ഒത്തുകൂടുന്ന സ്ഥലം ഏതാണ്? ദൈവത്തിന്റെ ഉത്സവങ്ങൾ ആചരിക്കുന്ന സിയോനാണത്. അത് നമ്മുടെ ദൈവസഭയല്ലേ? ലോകമെമ്പാടും നിലനിൽക്കുന്നത് നമ്മുടെ സിയോനാണ്. സിയോനിൽ അനുഗ്രഹീതമായ ഉത്സവങ്ങളും കൃപ നിറഞ്ഞ ശബ്ബത്ത് ആരാധനയും നടക്കുന്നു. ദൈവത്തിന്റെ ഉറപ്പുള്ള മുന്നറിയിപ്പ് നാം ചെവിക്കൊള്ളണം.
3500 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ദൈവവചനം ലഭിച്ചതിനു ശേഷം ഇസ്രായേലിയർക്ക് നൽകപ്പെട്ട ഫലത്തെക്കുറിച്ച് ദയവായി ചിന്തിക്കുക. ബൈബിൾ രേഖപ്പെടുത്തുന്നു, യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. ദൈവം കൽപ്പിച്ചത് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നാമും സിയോനിലേക്ക് ഓടിപ്പോകണം. ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സിയോനിലെ ജീവന്റെ വിശുദ്ധോത്സവങ്ങൾ കൃപയോടെ ആചരിക്കുന്നവരായി നാം തീർച്ചയായും മാറണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി.